എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണിന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, കസ്കസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ ലോഞ്ചിങ് ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം നിലവിളക്ക് കൊളുത്തിക്കൊണ്ടാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. എല്ലാവരുടെയും പ്രിയങ്കരനായ ജോയേട്ടൻ ലോഗോ ഹരീഷിന് നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ ലോഞ്ചിങ് ചടങ്ങ് നമ്മളിവിടെ നടത്തുന്നത്. ബിജുവും നിഷയും മലയാളികൾക്ക് ഏറെ പരിചിതർ മാത്രമല്ല, ഒഴിവാക്കാനാവാത്ത ഒരു താരജോഡി എന്നൊക്കെ പറയാം. അവരുടെ മുൻകൈയിൽ കോഴിക്കോട്ടെ സുഹൃത്തുക്കളും മെയിൻ ഫ്രെയിമിലെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ആരംഭിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ ലോഗോ പ്രകാശനത്തിന് എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. വായനയിലെല്ലാ ആൾക്കാർക്ക് താല്പര്യം കാഴ്ചകളിലാണ്. കാഴ്ചകളിൽ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ മനുഷ്യർ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി കരുതുന്ന മൊബൈലിലാണ് ഏത് സമയത്തും. പുസ്തകം വായിക്കുന്നവരുണ്ടാവും അതിൽ, എന്നാൽ കൂടുതലും വിഷ്വൽസിലാണ് പ്രാധാന്യം വന്നിട്ടുള്ളത്. വരും കാലത്തും വിഷ്വൽ മീഡിയയ്ക്കാണ് കൂടുതൽ സാധ്യത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയുടെ ഈ ഒരു അവസ്ഥ പോലും മാറാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന സിനിമയുടെ രൂപം മാറാം, അതിൻ്റെ ഭാവം മാറാം, അതിൻ്റെ രീതികൾ മാറാം. ഇപ്പോൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണത്തിലായാലും അതിൻ്റെ കഥയുടെ തിരഞ്ഞെടുപ്പിലായാലും അതിൻ്റെ പ്രദർശനത്തിൻ്റെ രീതികളിലായാലും ഒക്കെ തന്നെ മാറ്റങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നമുക്ക് നമ്മളെ പ്രകാശിപ്പിക്കാനുള്ളൊരു വേദി, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളൊരു ഇടം എന്ന രീതിയിലാണ് യൂട്യൂബ് ചാനലുകൾ ഇന്ന് സാധാരണക്കാർക്ക് പ്രിയങ്കരമായിട്ടുള്ളത്. സാധാരണക്കാർക്കല്ല, എല്ലാ മനുഷ്യർക്കും. അതിൽ വർഗവ്യത്യാസങ്ങളില്ല, വലിയവൻ ചെറിയവൻ വ്യത്യാസമില്ല. കാർട്ടൂണുകളുടെ സ്ഥാനത്ത് ട്രോളുകളും, കഥകളുടെ സ്ഥാനത്ത് വിഷ്വൽസും ഷോർട്ട് ഫിലിംസും, മിനിറ്റുകൾ 1-2 മിനിറ്റിൽ തീരുന്ന വലിയ കാര്യങ്ങൾ പറയുന്ന വീഡിയോകൾ. ദിവസത്തിലൊരു 10 യൂട്യൂബ് ചാനലെങ്കിലും പുതുതായി അവതരിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് വരുന്ന മെസ്സേജുകൾ തന്നെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഇങ്ങനെയുള്ള നിലവിളികളാണ് അധികവും. പലതും 1-2 പരിപാടികളോടെ അവസാനിക്കും. ആദ്യത്തെ ഒരു കൗതുകം മാത്രമേ ഉണ്ടാവുള്ളൂ. പലരും വിചാരിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും കോടികൾ സമ്പാദിക്കാൻ പറ്റും, അങ്ങനെ വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പരസ്യം വരും, പരസ്യത്തിൽ നിന്ന് വലിയ തുക വരും. അത്തരം സുന്ദര മോഹന സ്വപ്നങ്ങളൊക്കെ നല്ലത് തന്നെ. പണം വരുന്നത് നല്ലതാണ്, പണം വരണം. പക്ഷെ അതിനുവേണ്ടി എന്തെങ്കിലും തട്ടിക്കൂട്ടുക എന്നുള്ളതാണ് പലരും ചെയ്യുന്നത്. ഒരു ഒറിജിനൽ തിങ്കിങ്, ഒറിജിനൽ ചിന്ത വളരെ അപൂർവമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലുകൾ കണ്ടിട്ടുള്ളൂ. പലരും പലതിനെ അനുകരിക്കുക. ഒന്നുകിൽ കുക്കറിയാണ് ഏറ്റവും അധികം, അത് കുറേ ആൾക്കാരുണ്ട്, കാണാൻ ആൾക്കാരുണ്ട്. മറ്റൊന്ന് കൃഷി, പിന്നൊന്ന് സാമാന്യ ജ്ഞാനം പറയുന്ന വിഡ്ഢിത്തങ്ങൾ, മറ്റൊന്ന് ഭാഗ്യലക്ഷ്മിക്കൊക്കെ കയറി തല്ലാൻ പറ്റുന്ന ആൾക്കാരുണ്ടാക്കുന്ന ഞരമ്പ് രോഗികളുടേതായ യൂട്യൂബ് ചാനലുകൾ. അതിനാണ് കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത്. കാരണം കേരളത്തിൽ ഏറ്റവും അധികമുള്ള ഞരമ്പ് രോഗികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്തേക്കാണ്. അപ്പോൾ ഇത് ശരിക്ക് ബിജു പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സാധ്യതയുള്ള, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചാനലായിട്ട് മാറുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ആരും കൈവയ്ക്കാത്തൊരു മേഖലകളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഇയാൾക്കുണ്ട്. അതായത് നാടകങ്ങൾ, പ്രത്യേകിച്ചും മലയാള നാടകവേദിക്ക് വലിയ സംഭാവനകൾ നൽകിയ കാവാലം നാരായണ പണിക്കരെ പോലുള്ളവരുടെ സംഭാവനകളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന
മലബാറിലെ നാടകങ്ങളെ പരിചയപ്പെടുത്തുന്ന, നാടകപ്രവർത്തകരെ, നാടൻ കലകളെ പരിചയപ്പെടുത്തുന്ന, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഇൻഫോർമേറ്റീവായ പ്രോഗ്രാംസ്. എപ്പോഴും കാലത്തിനപ്പുറം പോയി സഞ്ചരിക്കുന്നത് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പുസ്തകങ്ങളായാലും ശരി. എന്തായാലും വിജ്ഞാനത്തിന് എന്നും ആൾക്കാരുണ്ടാവും. വിനോദങ്ങളെക്കാൾ ഉപരി വിജ്ഞാനങ്ങൾക്കുണ്ടാവും. എന്നാൽ വിനോദത്തിലൂടെ വിജ്ഞാനം പകരുമ്പോൾ അത് കൂടുതൽ അർത്ഥവത്താവും. അങ്ങനെ അർത്ഥവത്തായ ഒരു ചാനലായി മാറട്ടെ കസ്കസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജോയേട്ടൻ പറഞ്ഞതുപോലെ ഈ ചാനൽ തുടങ്ങാൻ വേണ്ടി രാജീവേട്ടൻ, ദിലീപേട്ടൻ, പ്രേമേട്ടൻ ഇവരൊക്കെ ഒരുപാട് നാളുകൊണ്ട് സംസാരിക്കുമായിരുന്നു. പക്ഷെ എങ്ങനെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കുമ്പിള് പോലെ തഴച്ച് വളരുന്ന ചാനലിൻ്റെ എന്തൊക്കെയാണ് ചെയ്യാനും പിന്നെ ബെല്ലൈക്കൺ, സബ്സ്ക്രൈബറൊക്കെ കേട്ടിട്ട് മടുത്തു. അപ്പം ഞങ്ങളുടെ ഒരു വിചാരം, ഞങ്ങൾ വളർന്നു വന്ന രീതിയും ഒരു 100% കലയോട് സത്യസന്ധത പുലർത്തിക്കൊണ്ടുള്ള ഒരു ചാനൽ ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് വന്നത് തന്നെ. ഇപ്പം കൂടെ അഭിനയിക്കുന്ന നിഷായിക്കോട്ടെ, കണ്ണനും സോണിയും ഒക്കെ തന്നെ വർഷങ്ങളോളം ഈ കലാരംഗത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ പഠിച്ചു വന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലോ അല്ലെങ്കിൽ ജനങ്ങളിത് എത്തിക്കാനുള്ളൊരു മാർഗമായിട്ട് കൂടി തന്നെയാണ് യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ദേശവും. നാടകം എന്നും മനസ്സിൽ കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ കാവലം സാറിൻ്റെ അവിടെ നിന്ന് പഠിച്ച പാഠങ്ങൾ ഒരുപാടുണ്ട്. അത് പുറം ലോകം അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഈ നാട്യശാസ്ത്രാനുഷ്ഠിതമായ നാടകങ്ങളായതുകൊണ്ട് സാറിത് എഴുതപ്പെട്ട് വച്ചിട്ടുള്ള താളങ്ങളും ചൊല്ലുകളും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ, ഇപ്പോൾ കണ്ണിയറുകളെ ആകട്ടെ, കുത്തിയോട്ടം ആകട്ടെ, കാക്കാരിശ ആകട്ടെ, അങ്ങനത്തെ കുറേ കലാകാരന്മാരെ പരിചയപ്പെടുത്തുകയും അവരുടെ കുറച്ച് പെർഫോമൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയും കൂടെ ഈ ചാനലിലൂടെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ക്ലാസിക്കൽ നാടകങ്ങൾ അല്ലാതെ നമ്മുടെ പ്രൊഫഷണൽ നാടകങ്ങൾ അങ്ങനെ ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു വേദിയാണ്. ഇപ്പോൾ ക്ലാസിക്കൽ നാടകങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു നടൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, അതായത് അത് തന്നെ ഒരു എപ്പിസോഡ്സ് വഴി കുറേ ഇങ്ങനെ ആൾക്കാർക്ക് എത്തിക്കാനുള്ള ഒരിതുണ്ട്. കാരണം മുഖത്തിൻ്റെ അഭിനയങ്ങൾ, കണ്ണിൻ്റെ സാധകം, പിന്നെ വോയിസ് ട്രെയിനിങ്, വോയിസ് മോഡുലേഷൻ, അങ്ങനത്തെ കുറേ ക്ലാസ്സുകൾ. ഇതൊക്കെ ചിലപ്പോൾ ആൾക്കാർ പഠിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ പഠിപ്പിക്കുക, പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 100% സത്യസന്ധത പുലർത്തിക്കൊണ്ട്, കലയോട് സത്യസന്ധത പുലർത്തിക്കൊണ്ടുള്ള ചാനലായിരിക്കുന്നത് ഉറപ്പുണ്ട്. നമ്മളെല്ലാവർക്കും അറിയാം, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്കും അറിയാം. നമ്മളിപ്പോൾ ജോയിച്ചേട്ടനും ബിച്ചേട്ടനും ഒക്കെ പറഞ്ഞതുപോലെ ഒരു യൂട്യൂബ് ചാനൽ എന്നതിനപ്പുറം നമ്മൾ കുറച്ച് കലയെ സ്നേഹിക്കുന്ന, കല കൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ ചേർന്നുള്ള ഒരു മറ്റുള്ളവരിലേക്ക് രസം പകർന്ന് നൽകാൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ ഒരു ചെറിയൊരു പരിശ്രമമാണ്. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ നിങ്ങൾ ആർക്കും രസമൊന്നും കൊടുക്കുന്നില്ല എന്ന്. ഉപ്പുമുളകിലൂടെ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അതിൽ നിന്നപ്പുറം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം അല്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പലപ്പോഴും, ഞാനും ബീച്ചേടനും ഒക്കെ ആലോചിക്കാറുണ്ട്. കണ്ണൻ, ഞാൻ, ബീച്ചേടൻ എപ്പോഴും ഞങ്ങളുടെ, ഇപ്പോൾ സോണി, ഞങ്ങളുടെ എല്ലാവരുടെയും ഒന്നിച്ച് ചേരുമ്പോൾ പലപ്പോഴും ഇതൊക്കെ തന്നെയാണ് ചർച്ച. നമുക്ക് ഇത് വിട്ട് എന്ത് ചെയ്യാം, ഇത് വിട്ട് നമുക്ക് എന്ത് കഥ പറയാം എന്നൊക്കെ എപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോഴാണ് കസ്കസ് എന്ന ആ തണുത്ത കുളിരുള്ള ആ ഒരു, നമ്മൾ ശീതളപാനീയം എന്നൊക്കെ പറയാമല്ലേ, നാരങ്ങയിലിട്ടിട്ട് കണങ്ങൾ, അപ്പോൾ ആ കുളിരുള്ള സംഭവം നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ കസ് എന്ന ഒരു നാമധേയത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങളുടെ മനസ്സിനും കൂടെ, ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടെ കുളിര് നൽകാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. എന്നാലും മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. എൻ്റെയൊക്കെ കലാജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഊർജവും മോട്ടിവേഷനും തന്ന 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് മെയിൻ ഫ്രെയിമും ഒന്ന് മില്ലേനിയവും. എന്തുകൊണ്ടും നല്ല രീതിയിലേക്ക് മാറും ഈ യൂട്യൂബ് ചാനൽ എന്ന് മനസ്സ് പറയുന്നു. ജോയേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് യൂട്യൂബ് ചാനൽ ഇറങ്ങുന്നുണ്ട്. ആരും സീരിയസ് ആയിട്ടില്ല. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരു നേരം പോക്കിന് വേണ്ടി തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. അതെല്ലാം അസ്തമിക്കുമ്പം കസ്കസിൻ്റെ ഉദയമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വിജയേട്ടനും നിഷേച്ചിയും എനിക്ക് വളരെ പ്രിയപ്പെട്ട 2 താരങ്ങളാണ്.
അവർ ഇനിയും ഒരുപാട് മനസ്സുകളിൽ കുളിർമയേകാൻ, ഒരുപാട് പേരുടെ മനസ്സിൽ സന്തോഷം പകരാൻ അവർക്ക് സാധിക്കും. ഞാൻ കലാജീവിതത്തിലേക്ക് തുടങ്ങിയ കാലം ഒരു 10-18 വർഷം മുമ്പ്, അന്ന് ആൽബങ്ങളൊന്നും വന്നിട്ട് അങ്ങനെ ആയിട്ടില്ല. അന്ന് തുടങ്ങിയ ഒരു സംരംഭം, അന്ന് മെയിൻ ഫ്രെയിമിലൂടെയാണ് ഞാൻ ആദ്യം ഇതിലേക്കൊരു കാൽവെപ്പ് നടത്തുന്നത്. അപ്പം അന്ന് പ്രേമേട്ടനോട് പ്രത്യേക നന്ദിയുണ്ട് ഇങ്ങനൊരു ഇതിലേക്ക് എന്നെ ഉൾപ്പെടുത്തിയാൽ. അതിൻ്റെ കൂടെ തന്നെ കസ്കസ് തന്നെ ഈ പ്രൊജക്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതും വലിയ ഭാഗ്യമാണ് ഇത്രയും കലാകാരന്മാരുടെ കൂടെ. ഈ കോഴിക്കോട് കുറച്ച് നാൾ മുമ്പ് ഒരു സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ വർക്ക് ചെയ്തത്. 3 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോടിൻ്റെ പെരുമ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സൗഹൃദങ്ങൾ, കൂട്ടായ്മ, രുചിയൊക്കെ. പക്ഷേ ഇവിടെ വന്ന് അനുഭവിച്ചു. വളരെ സത്യസന്ധമായ ഒരു കാര്യമാണത്. വീണ്ടും കോഴിക്കോട് തന്നെ ഇങ്ങനെ ഒരു നല്ല വേദിയിലേക്ക് വരാൻ കഴിഞ്ഞതും നമ്മുടെ ഇങ്ങനൊരു കൂട്ടായ്മയിൽ ഒരുമിക്കാൻ കഴിഞ്ഞതും വളരെ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഇപ്പോൾ ഞാനും ബിജുവായിട്ട് സംസാരിച്ചൊരു കാര്യം, ജോയിയേട്ടൻ പറഞ്ഞിടത്താണ്, രസങ്ങളാവാം, ഒരല്പം അറിവും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം. സിനിമയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള എല്ലാ കലാപ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ചൊരു ചിന്ത മനസ്സിൽ വരുന്നത്. ബിജുചേട്ടനുമായിട്ട് സംസാരിച്ചപ്പം ഈ യൂട്യൂബ് ചാനലിലെ പ്രസക്തി എന്താണെന്ന് കൂടുതൽ മനസ്സിലായി. അപ്പം ബിജുചേട്ടനെ പോലുള്ള കലാകാരന്മാരുടെ കൂടെ നിന്ന് കൂടുതൽ കലയെ അടുത്തറിയാം എന്നുള്ള ഒരു കാര്യം കൂടെ ഓർത്തപ്പോൾ ഞാനും അതിൻ്റെ ഭാഗമാവാൻ തീരുമാനിച്ചു. ഈ കസ്കസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആർക്കും എന്തും ആവാനായില്ലേ? അറിവുകൾ ചോദിച്ചാൽ ആദ്യം പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ അറിയുള്ളൂ. ഒരു പെട്ടെന്ന് ഒരു മനുഷ്യൻ വയസ്സായി പോകും. ഒരു കാര്യം വരയ്ക്കാൻ കാരണം അതാ. ഞാൻ ശരിക്കും ഇത്രയും പ്രായമില്ല. ഈ സിനിമയിൽ ആദ്യകാലത്ത് നടികൾ വന്നതൊക്കെ ദാരിദ്ര്യം കൊണ്ടാണ്. ബാലകൃഷ്ണനും കൂട്ടരും അവർക്കെതിരെ നടന്ന വളരെ മോശപ്പെട്ട അശ്ലീല പരാമർശങ്ങൾക്കെതിരെ പ്രതികരിച്ചു. നിയമം കയ്യിലെടുത്ത് ഒരാൾ അതിക്രമിച്ച് കയറി നിങ്ങൾ ആക്രമിച്ചു എന്നുള്ളത് നിയമദൃഷ്ട്യാ തെറ്റാണ്. ഇതിൽ നിയമം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പാണ് കുറ്റക്കാരൻ. മലയാളികൾ പൊതുവെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നോർത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെയുള്ളത്.